ഉത്തർപ്രദേശിലെ ബറേലിയിലേക്ക് പരിശീലനത്തിന് പോകുന്നതിനിടെ കാണാതായ മലയാളി സൈനികനെ ഒരാഴ്ചയായിട്ടും കണ്ടെത്താനായില്ല. തൃശൂർ സ്വദേശി ഫസീർ ഗഫൂറിനെയാണ് കാണാതായത്. UP പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് സഹോദരൻ 24-നോട് പറഞ്ഞു. അങ്ങനെ ഒരു തരത്തിൽ ഫാമിലി ആയിട്ടുള്ള ഒരു തരത്തിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. മെന്റലി കുറച്ച് ഡിപ്രസ്ഡ് ആയിരുന്നു കുറച്ച് കാലമായിട്ട്. ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ചെറുതായിട്ട്. വേറെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇവന്റെ ഫോണ് ലാസ്റ്റ് ട്രേസ് ചെയ്തത് ഇസർനഗറിലാണ്. ഇസർനഗറിൽ ഫുട്ടേജിൽ കാണുമ്പോൾ ഇവന്റെ ഈ 2 ബാഗൊക്കെ നഷ്ടപ്പെട്ട രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ UP പോലീസുകാർ ഇത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസർനഗറിൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇവന്റെ കയ്യിൽ ലഗേജ് ഇല്ല എന്നാണ്. ഇൻ കേസ് അവന്റെ ഈ മെഡിക്കൽ ഈ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടതിന്റെ ഇതുകൊണ്ട് പിന്നെ ഫിനാൻഷ്യലി അവന് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ചുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല UP പോലീസിന്റെ ഇതിൽ. കാരണം ഞാൻ എൻ്റെ ഒരു സാധാരണ ബുദ്ധിയിൽ കൊടുക്കുന്ന ഇൻപുട്ടുകളാണ് അവരത് സ്വീകരിക്കുന്നത്. അവരേതായ ഒരു ഇൻപുട്ടിന്റെ കാലമൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നമ്മളെ ഗുരുവായൂർ MLAക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ CMന്റെ ഓഫീസിലേക്ക് പരാതി പോയിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുറെ സ്ക്വാഡും കാര്യങ്ങളൊക്കെ ഇറങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ കൺമുന്നിൽ ഞാനിതൊന്നും കാണുന്നില്ല. ഫാമിലിയുടെ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ തിരിച്ചു കിട്ടാണ്ടാണ്. ഇപ്പൊ അവൻ എങ്ങോട്ടാ പോകുന്നവരും അറിയില്ല. വിനീത വിജിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനീത, എപ്പോഴാണ് ഈ സൈനികനെ കാണാതായത്? കാണാതാകാനിടയായ സംഭവം എങ്ങനെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് സഹോദരൻ പങ്കുവച്ചത്? പ്രവിധ ഒരാഴ്ച മുൻപാണ് ഈ സൈനികനെ കാണാതാവുന്നത്. തൃശൂർ സ്വദേശിയായ ഫർസീർ ഗഫൂറിനെയാണ് കാണാതാവുന്നത്. ഇതിൽ ഈ ഫർസീൻ ജോലിയുടെ ഭാഗമായി പരിശീലനത്തിന് മറ്റുമായി പോയതായെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം പറയുന്നത് ഈ ഉത്തർപ്രദേശിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവരങ്ങൾ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട അവസാനമായി ഒരു ഫോൺ കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരാഴ്ച പിന്നിടുമ്പോഴും ഒരു വിവരവും ഈ ആർമി ഉദ്യോഗസ്ഥനെ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കുടുംബത്തെ വലിയ രീതിയിൽ ആശങ്കയാക്കുന്നത്. പൂനെയിലെ ആർമി മെഡിക്കൽ കോളേജിലാണ് ഫർസീൻ ജോലി ചെയ്യുന്നത്. പൂനെയിൽ നിന്ന് ബറേലിയിലേക്ക് പരിശീലനത്തിന് പോകുന്നതിനിടെയാണ് ഫർസീൻ ഗഫൂറിനെ കാണാതാവുന്നത്. തൃശൂർ ഗുരുവായൂർ സ്വദേശിയാണ്. 10-ാം തീയതി വരെ കുടുംബവുമായി ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ ഫോണിൽ ബന്ധപ്പെടാനോ ഒരു വിവരമോ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ UPയിൽ പോവുകയും UP പോലീസും ഒക്കെയായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്വേഷണം നടക്കുന്നു എന്ന് UP പോലീസ് പറയുമ്പോഴും ആ അന്വേഷണം തൃപ്തികരമല്ല എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. പക്ഷേ ഡൽഹിയിലേക്ക് എത്തിയതായിട്ടുള്ള ചില വിവരങ്ങൾ ഉണ്ട് എന്നും കുടുംബം പറയുന്നുണ്ട്. തുടർന്ന് ഡൽഹി പോലീസിനും ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. അതിന് ഒരു കൃത്യമായൊരു കാരണമെന്ന് UP പോലീസ് പറയുന്നത് ഈ ബൈറേലിയിൽ നിന്ന് ഡൽഹിയിലേക്ക് മറ്റും പോകുന്നതിനുള്ള വഴി അവിടെയുള്ള ഒരാളോട് ഈ ജവാൻ ചോദിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഒരു പക്ഷേ ഡൽഹിയിൽ എത്തിയിട്ടുണ്ടാകാം എന്നുള്ളതൊരു അനുമാനമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥിരീകരണമോ അല്ലെങ്കിൽ ഇദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്നുള്ള കാര്യം ഒന്നും തന്നെ കുടുംബത്തിന് അറിയില്ല. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലേക്ക് അടക്കം നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കഴിഞ്ഞ ഒരാഴ്ച അദ്ദേഹത്തെ ഫോണിൽ പോലും കിട്ടിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഇവരുടെ ഈ കയ്യിലുണ്ടായിരുന്ന ലഗേജുകൾ 2 ലഗേജുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ നഷ്ടമായെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. അത്തരത്തിലേക്കുള്ള വിവരവും കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും ഇദ്ദേഹത്തെ ഈ ഒരാഴ്ചയായി കാണാതായ സാഹചര്യത്തിൽ ഹേബിയസ് കോർപ്പസ് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ കുടുംബം ആലോചിക്കുന്നത്. ശരി, ഉത്തർപ്രദേശിലെ ബറേലിയിലേക്ക് പരിശീലനത്തിന് പോകുന്നതിനിടെയാണ് മലയാളി സൈനികനെ കാണാതായിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും അന്വേഷണം എവിടെയും എത്തിയില്ല എന്നുള്ള പരാതിയാണ് കുടുംബം ഉന്നയിക്കുന്നത്. തൃശൂർ സ്വദേശി ഫസീർ ഗഫൂറിനെയാണ് കാണാതായത്. UP പോലീസിനെതിരെയാണ് സഹോദരൻ ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചത്. 24-നോട് അദ്ദേഹം കാര്യങ്ങൾ പറയുകയായിരുന്നു. വിവരങ്ങൾ നൽകിയത് വിനീത വിജി.